അതെ, ഇന്ന് നമുക്കൊരു പെപ്പർ ചിക്കൻ മസാല ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെക്കുക. ഒരു ചട്ടി ചൂടാകാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വറുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടും അങ്ങനെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ. എന്നിട്ടൊരു പകുതി വഴണ്ടത് വരുന്ന സമയമാകുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെയും നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ ഈ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയെടുക്കുക. വഴറ്റി നന്നായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും പെപ്പർ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ഇത് ഇളക്കി അടുക്കി പിടിക്കാതെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നീട്ടിയെടുക്കുകയും കുറുക്കിയെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഇപ്പം നല്ല രീതിയിൽ കുറുക്കിയാണ് എടുക്കുന്നത്, കാരണം കുറുക്കി എടുക്കുന്നതായിരിക്കും നമുക്ക് ടേസ്റ്റ് കൂടുതൽ. ഓക്കെ, അപ്പം നന്നായിട്ട് തിളപ്പിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കിന് പാകത്തിന് ഉപ്പും ഇട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ അടി കൂട്ടി നന്നായി ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് വീണ്ടും അടച്ച് വെച്ച് നമ്മളുടെ ചിക്കൻ വേവുന്നത് വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം എന്തോരം നമ്മൾ പറഞ്ഞ രീതിയിൽ കുറുക്കിയെടുക്കേണ്ടവർക്ക് കുറുക്കിയെടുക്കാം, നീട്ടിയെടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടും. എങ്ങനെയുണ്ട് പെപ്പർ ചിക്കൻ മസാല? ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത്? എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.